ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹൈഡ്രോപോണിക്സ് വെർഷനിൽ ഒരെണ്ണമാണ് എയറോപോണിക്സ് എന്ന് പറഞ്ഞത്, എയറോപോണിക്സ് ടവർ. അപ്പോൾ അതൊരു ടവർ ഉണ്ടാക്കലായിരുന്നു. ഒരാഴ്ച 2-3 ദിവസമായിട്ട് ഈ ടവർ ഉണ്ടാക്കുന്ന പണി തന്നെയായിരുന്നു. ഇന്ന് എന്തായാലും ടവറെല്ലാം ഫിക്സ് ചെയ്തു. നമ്മൾ പ്ലാന്റുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ 18 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിരിക്കുന്നത് മറ്റേ നമ്മുടെ ലെറ്റ്യൂസ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സെലറി വെച്ചിട്ടുണ്ട്, അതുപോലെ പാലക്ക് ചീര വെച്ചിട്ടുണ്ട്. ഈ താഴെ കാണുന്ന ടാങ്കിൽ നമ്മളൊരു മോട്ടർ വെച്ചിട്ടുണ്ട്. ആ മോട്ടറിൻ്റെ കണക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ മേളിലേക്ക് വന്നിട്ടുണ്ട്. മേളിലേക്ക് വന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു സംവിധാനമുണ്ട്. നമ്മുടെ വെള്ളം സർക്കുലേറ്റ് ചെയ്ത് പോകുന്നൊരു സംവിധാനമുണ്ട്. അതിൽ വെള്ളം സർക്കുലേറ്റ് ചെയ്ത് വീണ്ടും തിരിച്ച് ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീഴും. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ 1 മിനിറ്റ് വെള്ളം സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ടൈമിംഗ് ഷെഡ്യൂൾ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. എന്തായാലും ഒരു കുറേ ചെടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് മല്ലിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും മല്ലി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ലീഫി വെജിറ്റബിൾ ആയിട്ടുള്ള കുറേ ഐറ്റംസാണ് ഞാൻ മാറി മാറി വെച്ചേക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റാണ് എയറോപോണിക്സ്. ഈ മോഡൽ ടവറിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ സർക്കുലേഷൻ സ്റ്റാർട്ടാവും. എന്നാലും ഞാൻ അതിൻ്റെ വീഡിയോ ചേർക്കാം. ഇതിൻ്റെ ടൈമിംഗ് സംവിധാനത്തിനായിട്ടാണ് ഞാൻ ഈ ഒരു കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഓൺ മൈക്കാണത്. അപ്പോൾ ഹൈഡ്രോപോണിക്സിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺട്രോൾ സിസ്റ്റമാണ്. അത് നമുക്ക് പല രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാം. ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് 2 മിനിറ്റ് കൂടുമ്പോൾ 1 മിനിറ്റ് അടിക്കാൻ പാകത്തിനാണ്, വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറണ്ട് പോകാൻ പാടില്ല. കറണ്ട് പോയാലാണ് പ്രശ്നം. ഈ ഒരു ബാക്കപ്പ് വേണം. കാരണം എയറോപോണിക്സ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 3-4 മണിക്കൂർ കറണ്ട് പോയി കഴിയുമ്പോൾ മിക്കവാറും നമ്മുടെ ചെടി വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അറിയാൻ പാടില്ല. ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. അങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പേർട്സൊക്കെ പറയുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് പറയാം. Thank you.